ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ജി കെ പാട്ടിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും അനുബന്ധ വിഷയങ്ങളുമാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ദിവസവും കുറേശ്ശെ ആയിട്ട് വൃത്തിക്കങ്ങ് പഠിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എടുത്തിരിക്കുന്നത് 2021 ഒരു ചോദ്യ പേപ്പറിലുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് ചോദ്യം? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എന്ന് പറയുമ്പോൾ അതെവിടെ ആയിരിക്കും? അറബിക്കടലിൽ പതിക്കുന്ന നദിയായിരിക്കും അല്ലേ? അറബിക്കടലിൽ പതിക്കുന്ന നദി. അപ്പോൾ ഈ നർമ്മദ എന്ന് പറയുന്നത് എന്താണ്? അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ്. വ്യക്തമായോ? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവുക എന്തായിരിക്കും? അതൊക്കെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളായിരിക്കും അല്ലേ, മറ്റു 3 അപ്പോൾ ഈ നർമ്മദ എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നോക്കാം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. അപ്പോൾ ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദയാണ്. ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കുക. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. പക്ഷേ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി, ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറഞ്ഞാൽ അത് ഗോദാവരിയാണ്. എന്നാൽ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏതാണ്? നർമ്മദ. കിട്ടിയോ? ഓക്കെ, അടുത്തത് ഇന്ദിരാസാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദാ നദിയിലാണ്. ഇന്ദിരാസാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദാ നദിയിലാണ്. സർദാർ സരോവർ അണക്കെട്ടിനെതിരായ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് മേധാ പട്കറാണ്. എന്താണ്? സർദാർ സരോവർ അണക്കെട്ടിനെതിരായ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മേധാ പട്കർ. നർമ്മദ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. നർമ്മദ എന്ന് പറയുമ്പോൾ എന്താ വരിക? മധ്യപ്രദേശ് അല്ലേ? തിരിച്ചിടുക, മധ്യ എന്നുള്ളതൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. എന്തേലുമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യണേ. ഓക്കെ, നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പഠിക്കണം എന്ന് പറയുന്നത്? നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പല രീതിയിലും ചോദിക്കാം അല്ലേ? അപ്പം നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. പതനം അറബിക്കടലിൽ. പതനം എവിടെയാണ്? അറബിക്കടൽ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് കൃഷ്ണയ്ക്ക്. കൃഷ്ണ നദിക്ക് ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. കൃഷ്ണയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ്. കൃഷ്ണ ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ്. എന്താണ് കൃഷ്ണ? ഇങ്ങനെ കണക്ട് ചെയ്യാം. കൃഷ്ണൻ മഹാബലവാനാണ് എന്നൊക്കെ കണക്ട് ചെയ്യാം അല്ല? മഹാബലവാനാണ് മഹാബലേശ്വർ. അടുത്തത്, കൃഷ്ണാനദിയുടെ പതനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. കൃഷ്ണാനദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തത്, അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിലാണ്, കർണാടകയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കാം? അൽമാട്ടി ഡാം കൃഷ്ണാനദി കർണാടക. അൽമാട്ടി ഡാം കൃഷ്ണാനദി കർണാടക. ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ശ്രീശൈലം ഡാം കൃഷ്ണ, ആന്ധ്രാപ്രദേശ്. നാഗാർജുന സാഗർ ഡാം കൃഷ്ണാനദി, ആന്ധ്രാപ്രദേശ്. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിലാണ്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ് ഗ്രാൻഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് ഗ്രാൻഡ് അണക്കെട്ട്, കല്ലണൈ അണക്കെട്ട്. എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്? ഏതാണ്? ഗ്രാൻഡ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന കല്ലണൈ അണക്കെട്ടാണ്. ഇത് നിർമ്മിച്ചത് കരികാല ചോളനാണ്. ആരാണ് നിർമ്മിച്ചത്? കരികാല ചോളനാണ് ഗ്രാൻഡ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന കല്ലണ അണക്കെട്ട് നിർമ്മിച്ചത്. ആരാണ്? കരികാല ചോളൻ. കിട്ടിയോ?
അടുത്തത് ശിവസമുദ്രം പദ്ധതി, ഗൊഹനക്കൽ വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാവേരിയിലാണ്. ശിവസമുദ്രം പദ്ധതി, ഗൊഹനക്കൽ വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്. മേട്ടൂർ ഡാം, കൃഷ്ണരാജസാഗർ ഡാം, വിശ്വേശ്വരയ്യ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? കാവേരിയിലാണ്. അപ്പോൾ കാവേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾ ഏതൊക്കെയാണ്? മേട്ടൂർ ഡാം, കൃഷ്ണരാജസാഗർ, വിശ്വേശ്വരയ്യ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? കാവേരിയിലാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ദിരാസാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദാ നദിയിലാണ്. സർദാർ സരോവർ അണക്കെട്ടിനെതിരായ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് മേധ പട്കറാണ്. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. പതനം അറബിക്കടലിൽ. എന്നുവെച്ചാൽ നർമ്മദാ നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് കൃഷ്ണ. ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് എന്തിന്? കൃഷ്ണ നദിക്ക് ഉള്ളത്. കൃഷ്ണയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. അപ്പോൾ കൃഷ്ണൻ മഹാബലവാനാണ്, ഓർത്തിരിക്കുക. കൃഷ്ണയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. പതനം ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ കൃഷ്ണ, അതുപോലെ ഗോദാവരി തുടങ്ങിയ ഉപദ്വീപീയ നദികൾ പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ക്ലിയറായോ? അൽമാട്ടി ഡാം, കൃഷ്ണ നദി, കർണാടക. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്, കർണാടക. ശ്രീശൈലം ഡാം, കൃഷ്ണ, ആന്ധ്രാപ്രദേശ്. ശ്രീശൈലം ഡാം, കൃഷ്ണ, ആന്ധ്രാപ്രദേശ്. നാഗാർജുന സാഗർ ഡാം, കൃഷ്ണ, ആന്ധ്രാപ്രദേശ്. നാഗാർജുന സാഗർ ഡാം, കൃഷ്ണ, ആന്ധ്രാപ്രദേശ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്, ഗ്രാൻഡ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന കല്ലണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ് ഗ്രാൻഡ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന കല്ലണക്കെട്ട്. എന്താണ് ഇത്? ആരാണ് നിർമ്മിച്ചത്? കരികാല ചോളൻ. അപ്പോൾ ഈ ഗ്രാൻഡ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന കല്ലണക്കെട്ട് നിർമ്മിച്ചത് ആരാണ്? കരികാല ചോളൻ. ശിവസമുദ്രം പദ്ധതി, ഗൊഹനക്കൽ വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ശിവസമുദ്രം പദ്ധതി, ഗൊഹനക്കൽ വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. മേട്ടൂർ ഡാം, കൃഷ്ണരാജസാഗർ ഡാം, വിശ്വേശ്വരയ്യ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. മേട്ടൂർ ഡാം, കൃഷ്ണരാജസാഗർ ഡാം, വിശ്വേശ്വരയ്യ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. ഓക്കെ കൂട്ടുകാരെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക്